Hi dears, welcome back to Fashion Week Designs. Pure Russian silk ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ഹെവി വർക്ക് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ്. ഇത്രയും കളർ ഷീറ്റ്സിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ടെക് ഫാബ്രിക്കും ഡിസൈൻ പാറ്റേണും ആണ്. നമുക്ക് വെഡിങ് ഫംഗ്ഷൻസിനും എല്ലാം ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഡീറ്റെയിൽസ് കാണാം. ബർഗൻഡി ആണ് കളർ. ഇതുണ്ട് ടോപ്പ് ഓൾ ഓവർ ഈ ഒരു വീവിങ്. ഇത് അതിൻ്റെ ദാമൻ ബോർഡർ ആണ്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട നമ്മൾ യൂഷ്വലി എന്നും കാണുന്ന പാറ്റേണിൽ നിന്നും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ദുപ്പട്ടിൽ. സോ ഇങ്ങനെ വരും. ടോപ്പ് വന്നിട്ട് ടോപ്പിന്റെ ഫ്രണ്ടിലാണ് ഹെവി വർക്ക്, ഹെവി ദാമൻ ആൻഡ് ദുപ്പട്ട യൂഷ്വൽ പാറ്റേണിൽ നിന്നും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. ഇതുണ്ടോ താഴെ ഭാഗം വരുമ്പോൾ ഒരു ഫ്ലോറൽ സ്റ്റൈലിലുള്ള വീവിങ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. റഷ്യൻ സിൽക്കിലാണ് ഈ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് ചെയ്തേക്കുന്നത്. ഇതെല്ലാം വീവിങ് ആണ്. കണ്ടില്ലേ, നല്ല കളർ ഷീറ്റ്സ് ആണ്, ഡാർക്ക് ഷെയ്ഡ്സ് ആണ്, ഓൺ ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ 2.6 ടോപ്പ് ലെങ്ത് ഉണ്ട്. ദുപ്പട്ട 2.4 ആണ് യൂഷ്വലി വരിക. നമുക്കിപ്പം ഇപ്പോൾ റംസാൻ ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ ഇപ്പോഴേ പർച്ചേസ് ചെയ്യാൻ തുടങ്ങണം. അപ്പം റംസാൻ സ്പെഷ്യൽ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ദുപ്പട്ട നോർമലുള്ള 2.4 കുറച്ചും കൂടെ ഉണ്ട്. അപ്പം ഇങ്ങനെ തട്ടവിട്ട് തലയിൽ കൂടി ഇങ്ങനെ റാപ്പ് ചെയ്തിരുന്നവർക്ക് ലെങ്ത് എപ്പോഴും നമ്മുടെ 2.6 നോർമലി മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ലെങ്ത് ഉണ്ട്, അതിനേക്കാളും ലെങ്ത് വരും. അപ്പം നമുക്കിങ്ങനെ റാപ്പ് ചെയ്തിടുമ്പോഴും ലെങ്ത് കുറവുണ്ടെന്ന് ആ ഒരു ഫീല് വരത്തില്ല. നല്ല ലെങ്ത് ആണ്. ഇതാണ് ലുക്ക്. പ്യുവർ ഫാബ്രിക് ആണ്. ഡ്രൈ ക്ലീൻ ചെയ്തത്. റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വാഷബിൾ അല്ല. ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഫാബ്രിക്സ് ആണ്. ഇതാണ് ലുക്ക് വന്നിരിക്കുന്നത്. ഇതൊരു വാടാമുല്ല ടൈപ്പ്, അതായത് ബ്രൈറ്റ് അല്ല, ഇച്ചിരൂടെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന, ഒത്തിരി ഡാർക്ക് അല്ലാത്ത പോലത്തെ ഒരു വാടാമുല്ല കാറ്റഗറി വരുന്ന ഒരു കളർ ഷെയ്ഡാണ്. സോ ഇതാണ് തേർഡ് കളർ വന്നിരിക്കുന്നത്. എല്ലാം നല്ല പൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. പക്ക ഫംഗ്ഷൻ വെയർ ഐറ്റം ആണ്. പ്യുവർ റഷ്യൻ സിൽക്ക് ഫാബ്രിക് ആണ്. ടോപ്പ് ദുപ്പട്ട വന്നേക്കുക വിത്ത് സാൻഡൂൺ ബോട്ടം ഓൺ ഡിസൈൻ. നല്ല ലെങ്തും വിട്ടും വരുന്നുണ്ട്. ആൻഡ് ദുപ്പട്ടയിൽ വരുമ്പം ബോർഡറിൽ ഇതുപോലെ ഉണ്ടോ ലൈറ്റ് സ്ക്വയർ സ്റ്റൈലിലുള്ള ഒരു വീവിങ്. ആൻഡ് അതിൻ്റെ താഴെ ഭാഗം വരുമ്പം ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള വീവിങ് ആണ്. നമ്മൾ നോർമലി ദുപ്പട്ട ഫുള്ളും വീവിങ് ആയിരിക്കും കാണുക. ഇതിൽ അത്രയും ഹെവി ആയിട്ടുള്ള താഴെ ഭാഗം ഒരു വെറൈറ്റി സ്റ്റൈലിൽ ചെയ്തേക്കുന്നു. ആണ് ലുക്ക്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കിങ് ഫിഷർ ബ്ലൂ, അത്രയും ബ്രൈറ്റ് വരുന്നില്ല, നല്ല ഇച്ചിരി ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കിങ് ഫിഷർ ബീസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. ബ്ലൂ കളറാണ് വരുന്നത്. നല്ല കളർ ഷീറ്റ്സ് ആണ് എല്ലാം വന്നേക്കുന്നത്. വേണമെങ്കിൽ എല്ലാം എടുത്ത് വെക്കാം. ഓരോരോ ഫംഗ്ഷൻസ് നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. പ്യുവർ ഫാബ്രിക് ആണ്. റഷ്യൻ സിൽക്ക്. ഭയങ്കര ഫ്ലോയി അല്ല. ഓൾറെഡി ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഫാബ്രിക് ആണ്. അത് ഹെവി വർക്ക് ആൻഡ് വെർട്ടിക്കൽ പാറ്റേൺ ആണ് ഈ ഒരു ടോപ്പിലെ വീവിങ്ങും പോയേക്കുന്നത്. നല്ലൊരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ ആണ്. അതായത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ അങ്ങനത്തെ ടൈപ്പ് ഷെയ്ഡല്ല, ഒലിവോ അല്ല, വേറൊരു ടൈപ്പാണ്. അതായത് മെയിൻലി നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഗ്രീൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഗ്രീൻ കളറാണ് ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. എൻ്റെ ഒരു ഫാസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തോളൂ. ആ ഒരു ഫംഗ്ഷന് ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കളർ ഷെയ്ഡാണ്. അല്ലാതെയും യൂസ് ചെയ്യാം. നല്ല വെറൈറ്റിയാണ് ഇതിലെ ഓരോ കളേഴ്സും. ലാസ്റ്റ് കളറാണിത്. ഇത് കുറച്ചും കൂടെ കമ്പാരിറ്റീവ് നമ്മൾ ഇതുവരെ കണ്ടതെന്നും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. അപ്പോൾ ലൈറ്റ് വേണ്ടവർക്ക് ഇത് സെലക്ട് ചെയ്യാം. ബാക്കിയെല്ലാം ഭയങ്കര ഡാർക്ക് അല്ല, എന്നാലും ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ്സിൽ വരുന്ന കളേഴ്സാണ്. ഇതാണ് ഇതിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. പ്യുവർ റഷ്യൻ സിൽക്ക് ഫാബ്രിക്, ഹെവി വീവിങ് പാറ്റേൺ ആണ് ചെയ്തേക്കുക വിത്ത് സാൻഡൂൺ ബോട്ടം. 1680 പ്രൈസ്. 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.